അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ പറഞ്ഞ് നിങ്ങളുടെ 10 കൊല്ലം പോയി എന്നാണ്. ഈ കേസിലുള്ള എല്ലാവരും 15 പേര് 84 വയസ്സുള്ള ആ, വരവര റാവു, ബാക്കി ഒരാളും ഇതിൽ തകർന്നു പോയിട്ടില്ല, ജയിലിൽ അടയ്ക്കപ്പെട്ടു. 16 പേരില് പകുതി പേരെങ്കിലും എനിക്ക് ആ പേര് പോലും അത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റാൻ സ്വാമിയെ ഫസ്റ്റ് ആദ്യം കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് നമ്മൾ ഇതിലും എത്രയോ നല്ലൊരു അവസരത്തിൽ കണ്ടുമുട്ടേണ്ടതായിരുന്നു. പക്ഷെ റൈറ്റ് വിങ് സ്വഭാവ അല്ലെങ്കിൽ വിശ്വാസങ്ങളുള്ള ഒരു സൂപ്രണ്ട് ആയിരുന്നപ്പോൾ ഓരോ കാര്യത്തിലും ഞങ്ങളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതായിരുന്നു. ചില ആൾക്കാർ ഞങ്ങളോട് ഒന്ന് പറയും, നിങ്ങളുടെ കേസിനെ പറ്റി ഞങ്ങൾക്ക് അറിയാം, ഇതില് നിങ്ങളൊക്കെ നിരപരാധികളാണെന്നും രാഷ്ട്രീയപരമാണെന്നും അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് നമുക്ക് വല്ലാത്തൊരു ശക്തിയാണ് തരുന്നത്. അങ്ങനെ വിശ്വാസിയല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ജയിലിൽ അടയ്ക്കപ്പെടുന്നതിന് മുമ്പ് രാത്രി ഞാൻ ലോക്കപ്പിലേക്ക് പോകുന്നു എന്ന് ഞാൻ കണ്ണടയ്ക്കുന്നു. കണ്ണടച്ചിട്ട് ഇങ്ങനെ ഒരു മുന്നിൽ ഇങ്ങനെ ഒരു അഗാധമായ ഒരു ഗർത്തമോ അല്ലെങ്കിൽ ഒരു ശൂന്യതയിലേക്ക് ഇങ്ങനെ പോകുന്ന പോലെ. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ അങ്ങനെ അള്ളാ എന്ന് വിളിച്ചിട്ട്. നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണുള്ളത്, പ്രൊഫസർ ഹാനി ബാബു. പ്രൊഫസർ ഹാനി ബാബുവിനെ കുറിച്ച് മീഡിയ വൺ പ്രേക്ഷകർ ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷമായി പല സമയങ്ങളായിട്ട് കേട്ടിട്ടുണ്ടാവും. രാജ്യത്ത് വളരെ ഒരർത്ഥത്തിൽ കുപ്രസിദ്ധമായ അല്ലെങ്കിൽ സുപ്രസിദ്ധമായ BK-16 എന്ന പേരിൽ അറിയപ്പെടുന്ന കേസിൽ പെട്ട്, ഭീമെ കൊറേഗാവ് കേസിൽപ്പെട്ട് ജയിലിലടക്കപ്പെട്ട രാജ്യത്തെ 16ഓളം അക്കാഡമിക്സ്, ബുദ്ധിജീവികൾ, പ്രൊഫഷണൽസ്, ആ സംഘത്തിലെ ഒരു മലയാളിയാണ് പ്രൊഫസർ ഹാനി ബാബു. ഇപ്പോൾ ഹാനി ബാബു നമ്മളെ കൂടെയുണ്ട്. ഡിസംബർ 4-ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. അദ്ദേഹം ഇപ്പം ജയിലിന് പുറത്താണുള്ളത്. ഹാനി ബാബു ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരു മലയാളം ദൃശ്യമാധ്യമത്തോട് സംസാരിക്കുകയാണിന്ന്. വെൽക്കം ഹാനി. ഹാനി ബാബുവിൻ്റെ കേസ്, ഭീമെ കൊറേഗാവ് കേസ്, അതിൻ്റെ വിവിധ മാനങ്ങൾ, രാഷ്ട്രീയ വിവക്ഷകൾ, അതേക്കുറിച്ചൊക്കെ മീഡിയ വൺ പ്രേക്ഷകർക്ക് സാമാന്യം ധാരണയുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 ഡസനിലധികം എപ്പിസോഡുകൾ അത് സംബന്ധമായി നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ കേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നുമല്ല ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. 1955 ദിവസം അങ്ങ് ജയിലിലായിരുന്നു. ആ 1955 ദിവസങ്ങളെ ഇപ്പോൾ എങ്ങനെ കാണുന്നു? ദിവസത്തിന്റെ എണ്ണം ഞാൻ എടുത്തിട്ടില്ല. ആദ്യമൊക്കെ ഞങ്ങൾ ഇങ്ങനെ ദിവസങ്ങൾ എണ്ണാറുണ്ട്, ഇത്ര ദിവസമായി എന്നൊക്കെ പറഞ്ഞ്. 1000 ദിവസമായതൊക്കെ നമ്മൾ ഓർത്തത് ഉണ്ട്. പക്ഷെ 1000 ഇറങ്ങുമ്പോൾ നമ്മൾ എത്ര ദിവസം എന്നുള്ളൊരു കണക്കെടുത്തിട്ടില്ല. 5 വർഷവും 4 മാസവും കുറച്ച് ദിവസങ്ങൾ, അങ്ങനെ 28 ദിവസം മറ്റോ ആയിരുന്നു. നീണ്ട ഒരു കാലയളവ് തന്നെയാണ് അത്. അതും എൻ്റെ ഈ എന്താ പറയുക പ്രായത്തിന്റെ ഇത് വെച്ചിട്ടും 54 വയസ്സ് മുതൽ 59 വയസ്സ് ഒരു അക്കാദമിക് എന്നുള്ള നിലയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പീക്ക് ആവുന്ന ഒരു സമയമാണ്. അപ്പൊ ഇത്രയും ഒരു നീണ്ട സമയം എങ്ങനെ പുറം ലോകത്ത് നിന്ന് എന്താ പറയാ ഒഴിവാക്കപ്പെട്ട് ജയിലിലടയ്ക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ വളരെ വലിയൊരു ഭാഗം തന്നെ എന്താ പറയാ എടുത്തു മാറ്റുന്ന പോലെയാണ്. അത് വ്യക്തിപരമായിട്ടും നമ്മുടെ ഫാമിലി, കുടുംബപരമായിട്ടും പിന്നെ അക്കാദമിക് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിലും അങ്ങനെ വലിയൊരു ഇത് തന്നെയാണ് അത്. പക്ഷെ അതേസമയം തന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർ അകത്തായിരുന്നാലും ഭരണകൂടത്തിന് വേണ്ടത് നമ്മളെ അടിച്ചമർത്തുക, നമ്മളെ തകർക്കുക എന്നുള്ളതാണ്. ഈ കേസിനകത്ത് ഇപ്പൊ നമുക്ക് ശിക്ഷ വാങ്ങിത്തരാൻ പറ്റുമെന്ന് ഇത്രമാത്രം അവർ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട്. പക്ഷെ എന്തായാലും എത്രയും പരമാവധി നമ്മളെ ജയിലിലടയ്ക്കുക കഴിയുന്നതും നമ്മളെ തകർക്കുക ഇതാണ്. കാരണം ഓരോ ആൾക്കാരുടെ ബെയില് തന്നെ 2022-ലാണ് നമ്മളുടെ കേസിൽ ആദ്യമായിട്ട് മെറിറ്റ് ബെയിൽ കിട്ടിയത്. 2023-ല് കുറച്ച് ആൾക്കാർക്ക് കിട്ടി, 24-ല് 2-3 പേർക്ക് കിട്ടി, 25-ല്. അപ്പൊ സാധാരണ നമ്മൾ എത്രയോ കേസുകൾ അവിടെ കാണുമ്പോൾ ഒരു കേസിൽ 10 പേരുണ്ടെങ്കിൽ ഇപ്പൊ മെറിറ്റിൽ ബെയിലിൽ ഒരാൾക്ക് കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഉടനെ തന്നെ 5-6 മാസങ്ങൾക്കുള്ളിൽ എല്ലാവർക്കും കിട്ടും. അതിൽ ഡിലേ ആണെങ്കിൽ തന്നെ ഒരാൾക്ക് കിട്ടിയാൽ പിന്നെ അതിന്റെ ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീണ്ട കാലാവധി തുറങ്കലിൽ അടയ്ക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട്. പക്ഷെ നമ്മുടെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ 2024 മുതൽ ഇത് കുറെ കാലം 5 കൊല്ലത്തോളമായി ഈ കേസ് ഉടനെ തീരുവില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 പേർക്ക് ജാമ്യം കൊടുക്കുന്നു. പിന്നെ 2 പേർക്ക് 2025-ൽ കൊടുക്കുന്നു.
എനിക്ക് കിട്ടുന്നത് 2025 അവസാന ഘട്ടത്തിലാണ്. ഇനിയും 3 പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് പരമാവധി വലിച്ചു നീട്ടി ആൾക്കാരെ എത്രയും തടങ്കലിൽ അടയ്ക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ ഒരു ലക്ഷ്യം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് കാണുമ്പോൾ. അപ്പൊ അതിനെ എതിർക്കാൻ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തകരാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഇത്രയും പോസിറ്റീവായിട്ട് ഈ കാലഘട്ടം ചെലവഴിക്കാനാണ് നമ്മളൊക്കെ നോക്കിയിട്ടുള്ളത്. പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ആരോഗ്യപരമായിട്ട് വ്യക്തിപരമായിട്ടും എല്ലാ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് തന്നെ ഈ കേസിലുള്ള എല്ലാവരും 15 പേരിൽ 84 വയസ്സുള്ള വരവര റാവു, ഇതിൽ ആ കൂടെ സ്റ്റാൻ സ്വാമിയെ നമുക്ക് നഷ്ടപ്പെട്ടു. സ്റ്റാൻ സ്വാമി കോവിഡിന്റെ കാലത്ത് നഷ്ടപ്പെട്ടു. ബാക്കി ഒരാളും ഇതിൽ തകർന്നു പോയിട്ടില്ല, ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ട്. 54 വയസ്സുള്ള ആള് മുതൽ ഇപ്പൊ ഭൂരിഭാഗം പേരും 50ന്റെ മുകളിലൊരാണ്. എല്ലാവരും അതിനെ വളരെ ഇതായിട്ട് തന്നെ ഇപ്പൊ ആനന്ദ് ടെൽടുംഡെ പോലുള്ള ഒരാൾ എത്രയോ പുസ്തകങ്ങൾ എഴുതി, മറ്റുള്ളവരും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതുക, വായിക്കുക, ഇതിൽ കൂടെയൊക്കെ നമ്മൾ ഇതിന് തരണം ചെയ്യുക തന്നെ ചെയ്തിട്ടുണ്ട്. എത്രയും ജയിലിലെ കഷ്ടപ്പാടുകൾ പറയേണ്ട കാര്യമില്ല. ഇടയ്ക്ക് ചോദിക്കട്ടെ, സ്റ്റാൻ സ്വാമിയെ കുറിച്ച് പറഞ്ഞു പോയത് കൊണ്ട് അദ്ദേഹം ഹാനിയുടെ കോ പ്രസിഡന്റ് ആയിരുന്നു, ഒന്നിച്ചുണ്ടായിരുന്നു. അതെ, ഉണ്ടായത് ആർദർ ജയിലിൽ തന്നെയായിരുന്നു. ആർദർ തലോജ തലോജയിൽ ഞങ്ങൾ തലോജയിൽ ഞാൻ ജയിലിലടക്കി. എന്നെ 2020 ജൂലൈയിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. സ്റ്റാൻ സ്വാമിയെ ഒക്ടോബറിലോ മറ്റു 2 മാസത്തിന് ശേഷമാണ് എന്റെ അറസ്റ്റിന് ശേഷം. ഒന്ന് പറയാമോ അദ്ദേഹമായിട്ടുള്ള ആ ഒന്നിച്ചുള്ള കാലം, അദ്ദേഹത്തിൻ്റെ ലൈഫ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം, അതേക്കുറിച്ച് കുറച്ച് പറയാമോ? സ്റ്റാൻ സ്വാമി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ജയിലിൽ വെച്ചിട്ടാണ്. അപ്പൊ ജയിലിൽ നിങ്ങൾ രണ്ടുപേരും കൂടി മോഡിയെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്നാണല്ലോ കേസ്. ഗൂഢാലോചനകൾ പലതുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഈ 16 പേരിൽ ഭൂരിഭാഗം പേരും ആദ്യമായിട്ട് കാണുന്നത് ജയിലിനകത്ത് വെച്ചിട്ടാണ്. പലരെ കുറിച്ച് നമ്മൾ പരസ്പരം അറിയുന്നതും ഈ കേസ് നടക്കുമ്പോഴാണ്. കേസിൽ അറസ്റ്റായി എന്ന് പറയുമ്പോഴാണ് ഓ ഇങ്ങനെ ഒരാളും കൂടെ അവിടെ ഉണ്ട് എന്നുള്ളത്. ഈ അറ്റ്ലീസ്റ്റ് എന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 16 പേരിൽ പകുതി പേരെങ്കിലും എനിക്ക് ആ പേര് പോലും അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ആൾക്കാരെ പരിചയം ഉണ്ടായിരുന്നു അങ്ങനെ. ഇപ്പൊ സ്റ്റാൻ സ്വാമിയെ ആദ്യം കണ്ടപ്പോ തന്നെ പറഞ്ഞത് നമ്മൾ ഇതിലും എത്രയോ നല്ലൊരു അവസരത്തിൽ കണ്ടുമുട്ടേണ്ടതായിരുന്നു, പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മൾ ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത്, കണ്ടത് വളരെ സന്തോഷം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഇത്രയും പ്രായത്തിലും സ്റ്റാൻ സ്വാമി അങ്ങനെ നീണ്ടു നിവർന്ന നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ വളരെ പ്ലസന്റ് ആണ് അദ്ദേഹം. ഇപ്പൊ പ്ലസന്റ് ആയിരുന്നു അദ്ദേഹം, വളരെ ചിരിച്ച് വളരെ സൗഹൃദത്തിൽ. അത് നമ്മളോട് മാത്രമല്ല, ജയിലില് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന എത്ര വിദ്യാഭ്യാസമില്ലാത്ത താഴ്ന്ന എത്ര ആൾക്കാരായിക്കോട്ടെ എല്ലാവരും പറയും ഓ സ്റ്റാൻ സ്വാമി എന്ത് നല്ല, ഞങ്ങളോട് അടുത്ത് വന്ന് സംസാരിക്കും, ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം തരും, പുള്ളിയുടെ കയ്യിൽ ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾക്ക് തരും. അങ്ങനെ വളരെ നന്നായിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യനെ അവിടെ കണ്ടു. കുറച്ചു കാലം എങ്കിലും സംസാരിക്കാൻ. ഞങ്ങൾ വേറെ വേറെ ഇതിലായിരുന്നു, ഒരേ ജയിലിലാണെങ്കിലും സർക്കിൾ, ജയിലിനകത്ത് തന്നെ ചെറിയ ചെറിയ ജയിലുകളുണ്ട്. ഇപ്പൊ ഒരു സർക്കിൾ ഒരു ജയിലാണ്, സർക്കിളിനകത്ത് ബാരക്ക് വേറൊരു ജയിലാണ്. അപ്പൊ ഞങ്ങൾ വേറെ വേറെ സർക്കിളിലായിരുന്നു. പിന്നെ കുറച്ചു കാലം കോവിഡിന്റെ സമയത്ത് ഒരു 2 ആഴ്ചയോളം ഞങ്ങൾ ഒരുമിച്ച് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. എനിക്കും സ്റ്റാൻ സ്വാമിക്കും ഒരേ സമയത്താണ് കോവിഡ് ബാധ ഉണ്ടായതും. ഞങ്ങൾ ഹോസ്പിറ്റലിലും ഒരേ കാലത്താണ്. ഞാൻ ആദ്യം അഡ്മിറ്റ് ആയതിനു ശേഷമാണ് സ്റ്റാൻ സ്വാമി അഡ്മിറ്റ് ആയത്. അപ്പൊ കുറച്ച് സമയം അങ്ങനെ കാണാനും അപ്പൊ കുറച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ സാധിച്ചിരുന്നു സ്റ്റാൻ സ്വാമിയായിട്ട്. ഹനി നേരത്തെ സംസാരിക്കാൻ ഉപയോഗിച്ചൊരു പ്രയോഗം, ഇതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനം നമ്മൾ തകരാതിരിക്കുക എന്നുള്ളതാണ്. അത് പറയാൻ എളുപ്പമാണ്, പക്ഷെ അതേസമയം തകരാതിരിക്കുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. എങ്ങനെയാണ് ആ തകരാതിരിക്കുക എന്ന് പറയുന്ന അത് നിലനിർത്തുന്നത്, ആ ഒരു വികാരം നിലനിർത്തുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് നമ്മൾ പുറത്ത് ഇരിക്കുമ്പോൾ, അതായത് ജയിലിന് പുറത്ത് പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ് ഇതിലുള്ള ആൾക്കാർ വളരെ ഭയപ്പെടുന്ന ഒരു സംഭവമാണ് ജയിലിൽ പോകുക എന്നുള്ളത്. ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ പിന്നെ ജീവിതം തകർന്നു, എല്ലാം ഇല്ലാതായി എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പൊ ഈ ഭയം തന്നെ നമുക്ക് ഇല്ലാതാക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ജയിലിൽ പോകാൻ പലപ്പോഴും ആദ്യത്തെ 2-3 മാസം ജയിലിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ജയിലിൽ വരണം, എന്നാലാണ് ജയിലിലെ ആ ഒരു അതായത് ജയിലിനകത്ത് നമ്മൾ പറയില്ല ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് പറയുന്ന പോലെ, നമ്മൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ ജയിലിൽ അടയ്ക്കപ്പെടുന്നവരുടെ ജീവിതം തകരുന്നില്ല.
പല ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് ശരി തന്നെ. അതിൽ ഏറ്റവും വേണ്ടത് നമുക്ക് പുറത്തു നിന്നുള്ള സപ്പോർട്ടാണ്. പുറത്തുനിന്ന് ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടാവുക. അപ്പൊ ഞങ്ങളുടെ കേസിൽ പ്രത്യേകിച്ച് അത് വളരെ മീഡിയയിൽ നിന്നായാലും സുഹൃത്തുക്കളിൽ നിന്നായാലും എല്ലാവരുടെയും ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്. വളരെ പോസിറ്റീവ് ആയിരുന്നു. ഈവൻ ജയിലിലെ തന്നെ ചിലപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ, പല പോലീസുകാരും തന്നെ, എല്ലാവരും അല്ല, ചില ആൾക്കാർ ഞങ്ങളോട് ഒന്ന് പറയും, നിങ്ങളുടെ കേസിനെ പറ്റി ഞങ്ങൾക്ക് അറിയാം, ഇതില് നിങ്ങളൊക്കെ നിരപരാധികളാണെന്നും രാഷ്ട്രീയപരമാണെന്നും അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് നമുക്ക് വല്ലാത്തൊരു ശക്തിയാണ് തരുന്നത് അങ്ങനെ. അപ്പൊ സാധാരണ ജയിലിൽ പോകുന്ന ഇപ്പോൾ നമ്മളൊരു കുറ്റം ചെയ്ത് ജയിലിൽ പോകുന്ന ഒരു അവസ്ഥയും ഈ ഒരു പൊളിറ്റിക്കൽ പ്രിസണർ എന്ന് പറയുന്ന പോലെ പോകുന്ന ഒരു അവസ്ഥയും വളരെ വ്യത്യസ്തമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ ജയിലിൽ പോകുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ധൈര്യത്തോട് കൂടിയിട്ടും അതിനെ നേരിടാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ നമ്മളൊരു കുറ്റം ചെയ്തിട്ട് പോകുന്നതിന്റെ ആ ഒരു കുറ്റബോധം ഉണ്ടാവില്ല, അങ്ങനെ നമുക്ക് ഒട്ടും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, നമുക്ക് നമ്മളുടെ കൂടെ എത്രയോ ആൾക്കാരുണ്ട് എന്നുള്ളത്, ഇതാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തി തരുന്നത്. നമ്മുടെ കുടുംബം തളരാതെ നിർത്തുന്നു. അപ്പോ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല പൊളിറ്റിക്കൽ ബിസിനസ് ആയിട്ടുള്ള അധികം ആൾക്കാരും അങ്ങനെ വളരെ കുറച്ച് പേരെ അതൊരു വല്ലാതെ തകർന്നു പോകുന്ന പോലെയുള്ളൂ. അധികം ആൾക്കാരും അതിന്റെ വളരെ ശക്തിയോടുകൂടി തന്നെയാണ് നേരിടുന്നത്. കാരണം നമ്മുടെ പൊളിറ്റിക്സിന് ശക്തി കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഭരണകൂടത്തിന് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇതാണ് നമ്മളെ ഇങ്ങനെ അടച്ചിടുക എന്നുള്ളത്. പക്ഷെ അതും നമുക്ക് നേരിടാൻ പറ്റും. അതിലും നമ്മൾ തകരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടത്തിന് അതിനെതിരെ അതിനേക്കാളും വലിയൊരു പ്രതികരണം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവരും ജയിലിൽ പോകാൻ ആരും പേടിക്കരുത്, ധൈര്യപ്പെടണം എന്ന് പറയുന്നത്. ഹാനിക്ക് ഇതൊന്നും റീകോൾ ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ഡേ NIA അങ്ങയുടെ അടുത്തേക്ക് വരുന്നു, അങ്ങയെ പിടിച്ചുകൊണ്ട് പോകുന്നു, ആ ഫസ്റ്റ് ഡേ എന്നുള്ള ഫസ്റ്റ് ഡേയ്സ് അന്ന് എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക, എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? എന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലോ മോഷൻ പോലെയായിരുന്നു. കാരണം ഒരു സുപ്രഭാതത്തിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകല ഉണ്ടായത്. 2019 സെപ്റ്റംബർ മാസത്തിൽ എന്റെ വീട് നോയിഡയിലുള്ള എന്റെ വീട്ടിലേക്ക് പൂന പോലീസ് വരികയും എന്റെ കമ്പ്യൂട്ടറൊക്കെ എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോ അതിനകം 9 പേരോളം അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു ഈ കേസിൽ. അപ്പൊ അതിൽ ചില ആൾക്കാരുടെ അറസ്റ്റിന്റെ അത് ഇതേപോലെ ആയിരുന്നു. ആദ്യം കമ്പ്യൂട്ടർ എടുത്തു കൊണ്ടുപോയി, പിന്നീട് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ 2019 സെപ്റ്റംബർ മുതൽ ഞാൻ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ള ഒരു ധാരണ, ഒരു ആന്റിസിപ്പേഷൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തയ്യാറെടുക്കാൻ വളരെയധികം സമയം കിട്ടി. അതായത് തയ്യാറെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോ എന്താ പറയാ, ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ വീട്ടിലെ എല്ലാ അക്കൗണ്ടുകളും എല്ലാം എന്റെ ഫോൺ നമ്പറിൽ, അത് ഞാൻ ഉടനെ തന്നെ മാറ്റി. എന്റെ ഭാര്യയ്ക്കും അത് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ഒരു മാനസികമായിട്ടും ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ തയ്യാറെടുക്കാൻ എനിക്ക് കുറച്ച് സമയം കിട്ടി. പിന്നീട് ഇത് NIAക്ക് കൈമാറി ഈ കേസ്. 2020 ജാനുവരിയിലാണ് NIA ഈ കേസ് എടുക്കുന്നത്. അപ്പോ 2019 മഹാരാഷ്ട്രയിൽ ചില പൊളിറ്റിക്കൽ മാറ്റങ്ങൾ ഉണ്ടായപ്പോ, സർക്കാർ മാറിയപ്പോ തന്നെ ഈ കേസിന് ഒരു സ്വഭാവത്തിൽ ചില മാറ്റം വന്നു. അറസ്റ്റ് ഉണ്ടായിരിക്കാൻ വഴിയില്ല എന്നുള്ളൊരു ഘട്ടമാണ്. അതിനുശേഷം NIA ഏറ്റെടുത്തപ്പോൾ വീണ്ടും ഇനിയും വീണ്ടും അറസ്റ്റ് വരാം എന്നുള്ളൊരു ഇത് വന്നു. പിന്നീടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് തന്നെ ബോംബെയിലേക്ക് എന്നെ വിളിക്കുകയാണ് ചെയ്തത്. NIA എനിക്ക് ഒരു നോട്ടീസ് അയക്കുകയും വിറ്റ്നസ് സമൻസ് പോലെ CRPC 161 മറ്റാണ് അത്, വിറ്റ്നസ് സമൻസ് നോട്ടീസ് അയച്ചിട്ട് എന്നെ വിളിക്കുകയും, അപ്പൊ അറസ്റ്റ് വാറണ്ട് അല്ല, അറസ്റ്റ് ചെയ്യാൻ ആൾക്കാർ വരികയല്ലേ ചെയ്തു. ഇവിടെ വിളിച്ച് NIA ഓഫീസിൽ 5 ദിവസത്തോളം എന്നെ രാവിലെ വിളിച്ച് ചോദ്യം ചെയ്യാൻ എന്ന് പറഞ്ഞ് വിളിച്ച് വൈകുന്നേരം വരെ എത്തി തിരിച്ചു പോവുക. അങ്ങനെ 5 ദിവസത്തോളം. അപ്പൊ അറസ്റ്റിന് ഓരോ ഘട്ടത്തിൽ തയ്യാറെടുത്ത് ഇനിയിപ്പോ അറസ്റ്റ് ഉണ്ടായേക്കാം. പക്ഷെ ലാസ്റ്റ് 5 ദിവസമായപ്പോൾ ഇനി അറസ്റ്റ് ഉണ്ടായേക്കാൻ വഴിയില്ല എന്നുള്ളൊരു ധാരണ വന്നു തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടായത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ അറസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ള ഘട്ടം ഒരു ഒരു വല്ലാത്തൊരു ഇത് തന്നെയാണ്. ഇങ്ങനെ ലോകം ആകെ മാറുന്നതായിട്ടും തകരുന്നതായിട്ടും ഒക്കെയുള്ള ഒരു തോന്നലുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും അത് ഉണ്ടായിട്ടുണ്ട്. ഇത്രയൊക്കെ തയ്യാറെടുത്തിട്ടും. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഉണ്ടാവുമായിരുന്നെങ്കിൽ വളരെയധികം. എപ്പോൾ പുറത്തു വരും എന്നതിനെ കുറിച്ച് ആലോചനയോ ആകുലതയോ അത്തരം സംഗതികൾ ആ ദിവസങ്ങളിലുണ്ടായിരുന്നു? എത്ര കാലം നിൽക്കേണ്ടി വരും? എത്ര കാലം വേണമെങ്കിലും നിൽക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു ആദ്യം തന്നെ. കാരണം ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന 2020 ജൂലൈയിലാണ്. 2018 ജൂൺ മുതൽ ഇതിൽ അറസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പൊ 2 കൊല്ലമായി ജയിലിൽ ആൾക്കാരുണ്ട്. അപ്പൊ ഞാനും അവരുടെ കൂട്ടത്തിലേക്കാണ് പോകുന്നത്.
അപ്പോ അതുകൊണ്ട് ഇനിയൊരു 6 മാസത്തിലോ 1 കൊല്ലത്തിലോ 2 കൊല്ലത്തിലോ ഒന്നും വരാൻ യാതൊരു വഴിയും കാണുന്നില്ല എന്നുള്ളൊരു ധാരണ തന്നെ എനിക്ക് തന്നെ ഉണ്ടാക്കാനും എന്റെ കുടുംബത്തിനോടും ഞാൻ പറഞ്ഞു. നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് ഉടനെ തന്നെ ജാമ്യം കിട്ടുമെന്നൊന്നും, കാരണം ഈ കേസിൽ അങ്ങനെ നടക്കുന്നില്ല. അതുകൊണ്ട് ഏഹ്, മറ്റേ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ പറഞ്ഞ് നിങ്ങളുടെ 10 കൊല്ലം പോയി എന്നാണ്. 10 കൊല്ലത്തിന് നിങ്ങളെ ഞങ്ങൾ പുറത്തു വിടില്ല ഇനി, അത് ഞങ്ങൾ ഉം. ഉറപ്പിക്കും എന്ന് പറഞ്ഞു. പക്ഷെ 10 കൊല്ലം എന്നൊന്നും ഉണ്ടാവില്ല എന്നുള്ളതെങ്കിലും, പക്ഷെ നീണ്ടൊരു കാലഘട്ടം തന്നെ മുന്നിൽ കാണണം, തയ്യാറെടുക്കണം എന്ന് ഞങ്ങളുടെ മറ്റേ അഡ്വക്കേറ്റും അത് തന്നെയാണ് പറഞ്ഞത്. ഇത് എന്താണ്, ബി പ്രിപ്പയർഡ് ഫോർ എ ലോങ് ജേർണി, എന്താ ലോങ് ഹോൾ എന്തോ ഒരു വാക്ക് ഉപയോഗിച്ചു അദ്ദേഹം. അപ്പോ ഏഹ്, ഉടനെ തന്നെ പുറത്തു വരാന്നുള്ള ഒരു ധാരണയുടെ എല്ലാ ഉള്ളിലും പോയത്. ഈ ഈ സമയത്ത് അകത്തായി കഴിഞ്ഞാൽ വലിയ പ്രയാസമില്ലെന്നാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഫിസിക്കൽ ടോർച്ചർ ആ നിലയ്ക്കുള്ള സംഗതികളൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ കോ പ്രസിഡൻസിനും ഉണ്ടായിരുന്നില്ല? കോ പ്രിസണേഴ്സിന്, കോ അക്യൂസ്ഡിന് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. ഐ മീൻ, അതായത് ഇപ്പൊ ടോർച്ചർ ഉണ്ടാവുന്നത് ഇപ്പൊ അന്വേഷണ ഏജൻസിയിൽ നിന്നാണ്. അന്വേഷണ ഏജൻസി ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ആരുടെ അടുത്തും ചെയ്തിട്ടില്ല. ആ കൂടെ ഉണ്ടായിട്ടുള്ള അരുൺ ഫെരേറ ക്ക് ഒരു പ്രാവശ്യം മുഖത്ത് അടി കിട്ടിയിട്ടുണ്ട്. അതാണ് അത് മീഡിയയിലൊക്കെ വന്നിരുന്ന ആ സമയത്ത് തന്നെ. അതെ. അത് പൂന പോലീസിന്റെ കയ്യിലായിരുന്നു. അപ്പോൾ അതിനുശേഷം NIA ഏറ്റെടുത്തതിനു ശേഷമാണ് ഞങ്ങൾ 8 പേരെ, 8 പേരെ NIA ആണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഒരു ഫിസിക്കൽ ടോർച്ചർ ഒന്നുമില്ല, പക്ഷെ മെന്റലായിട്ട് മാനസികമായിട്ട് നമ്മളെ തകർക്കാനും ആ, ഭീഷണിപ്പെടുത്താനും അങ്ങനെയുള്ള ഇതൊക്കെ വരും. അല്ലാതെ ഫിസിക്കൽ ടോർച്ചർ അവരുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ജയിലിലും ഒട്ടും അങ്ങനെ ഉണ്ടായിട്ടില്ല. ജയിലിൽ നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് പിന്നെ ജയിലിന്റെ ഒരു സ്വഭാവമാണ്. ജയിലിൽ എത്തുന്ന ഓരോ പ്രിസണറെയും എന്താ പറയുക, ഡീഹ്യൂമനൈസ് ചെയ്യുക എന്ന്, അതായത് മനുഷ്യനല്ലാതെ ഒരു മൃഗത്തിനെ കാണുന്ന പോലെ നമ്മള്. അത് ജയിൽ ഓഫീസേഴ്സാണോ അല്ലെങ്കിൽ മറ്റ് കുറ്റവാളികളായിട്ടുള്ള പ്രിസണേഴ്സാണോ? ആരുടെ ഭാഗത്താണ് അതുണ്ടാകുക? ജയിൽ ഓഫീസേഴ്സിന്റെ ഭാഗത്തു നിന്നാണ് കൂടുതലും. കാരണം അവർക്ക് അധികാരമുണ്ട്. അത് ഓരോ പലതരത്തിലുള്ള ഇതുണ്ട്. കാരണം ഇതൊരു പൊളിറ്റിക്കൽ കേസ് ആയതുകൊണ്ട് നമുക്ക് കാണാമായിരുന്നു ചില ഓഫീസേഴ്സ് വളരെ എന്താ പറയുക, കുറച്ച് റൈറ്റ് വിങ് സ്വഭാവ അല്ലെങ്കിൽ വിശ്വാസങ്ങളുള്ള ഒരു സൂപ്രണ്ട് ഉണ്ടായിരുന്നപ്പോ ഓരോ കാര്യത്തിലും ഞങ്ങളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതായിരുന്നു അവരുടെ അജണ്ട. അതേസമയം വേറെ കുറച്ച് എന്താ പറയാ, ദളിത് ആനുകൂല്യം ഒക്കെ ഉള്ള മനോഭാവമൊക്കെ ഉള്ള ഓഫീസേഴ്സ് ഒക്കെ വരുമ്പോൾ അവർ ഞങ്ങളോട് കുറച്ചും കൂടെ ചിലർ ശ്രദ്ധ ഈവൻ കാണിക്കുന്നു. റെസ്പെക്ടോട് കൂടി. അപ്പോ ആ ഒരു പൊളിറ്റിക്കൽ ഇത് നമുക്ക് ഓഫീസേഴ്സിന്റെ അടുത്ത് ഉണ്ടായി. പ്രിസണേഴ്സിന്റെ അടുത്ത് നിന്ന് നമുക്ക് കാണാമായിരുന്നു, പക്ഷെ നേരിട്ട് അങ്ങനെ അനുഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. ചില ആൾക്കാർ നമ്മളിന്ന് ഒഴിഞ്ഞു മാറും, അല്ലെങ്കിൽ "ഓ, ഇവരൊക്കെ വളരെ എന്താ പറയുക അപകടകാരികളാണ്" എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ്, ദേശീയ വിരുദ്ധരാണ്, അങ്ങനെയുള്ള ഇതുണ്ടല്ലോ. അങ്ങനെ വിശ്വസിക്കുന്ന തടവുള്ളികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കാരണം നമുക്ക് ഇഷ്ടം പോലെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ജയിലിൽ മറ്റുള്ള പ്രിസണേഴ്സിന്. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് മറ്റ് തടവ് പുള്ളികളിൽ നിന്നുണ്ടായിട്ടില്ല. എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു ഈ സമയം? എന്തെങ്കിലും പുതുതായി പഠിക്കാൻ പറ്റിയോ? അങ്ങനെ കാണും ഈ 1955 ദിവസം ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ. തീർച്ചയായിട്ടും അതാ പറഞ്ഞത്, അത് പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞതിൽ ഏറ്റവും വലിയൊരു അതായിരുന്നു. ജയിലിലേക്ക് പോകുമ്പോ തന്നെ ജയിലിൽ കൊണ്ടുപോകുന്ന ഓഫീസർ തന്നെ പറഞ്ഞത്, അയാൾ കുറച്ചൊരു എന്നോട് സഹാനുഭൂതി കാണിക്കുന്ന ഒരു ഓഫീസറായിരുന്നു. പുള്ളി പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും ഇഷ്ടം പോലെ സമയം ഇഷ്ടംപോലെ കിട്ടും സമയം ഇനി." ഉണ്ടാവും. അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു, അതാണ് ആ കൂടെ എനിക്ക് ഉള്ളതെന്ന്. അതൊരു വളരെ കാരണം ജയിലിന് പുറത്ത് ആയിരുന്നപ്പോ അല്ലെങ്കിൽ അകത്ത് പോകുന്ന സമയത്തില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, മൊബൈൽ ഉപയോഗിക്കുക എന്നൊക്കെ ഉള്ളത് ഞാനും ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ അകത്ത് പോയിട്ട് ഏറ്റവും എനിക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടിയ പോലെയാണ്. ഞാൻ വിചാരിച്ചു, ഒരു പ്രാവശ്യം എന്റെ ഭാര്യ എന്നെ കാണാൻ വന്നപ്പോ ഞാൻ ലോക്കപ്പിലായിരുന്നു. അപ്പൊ ലോക്കപ്പിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അവരിങ്ങനെ എന്റെ നിങ്ങളുടെ സ്വാതന്ത്ര്യം പോയോ അല്ലോ എന്നുള്ള മട്ടിൽ, നിങ്ങൾ അടിമയായി ആയില്ല എന്ന മട്ടിൽ സംസാരിച്ചപ്പോ ഞാൻ അവിടെ പുറത്തൊരു പോലീസുകാരൻ ഇരുന്നു. പുള്ളി ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നോക്ക്, അയാളാണ് ശരിക്കുള്ള അടിമ, ഞാനിപ്പോ അടിമയല്ല. ഞാൻ ഈ ഇതിൽ നിന്ന്, അങ്ങനത്തെ ഉള്ള ഇതിൽ നിന്നൊക്കെ ഞാൻ അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. വേറെ തരത്തിലുള്ള മറ്റ് നിബന്ധനകളുണ്ട്, പരിമിതികളുണ്ട്. പക്ഷെ അപ്പോ അത് പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ട് നമുക്ക് വായിക്കാനായിട്ടുള്ള സമയം കിട്ടി, എഴുതാനായിട്ടും സമയം കിട്ടി. അപ്പൊ ഇത് പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടും
അപ്പോൾ പുതിയ ഭാഷകൾ പഠിച്ചു, പുതിയ ആ, പല കാര്യങ്ങളും അങ്ങനെ ഭാഷ ഇതായിട്ട്. പഠിച്ചു. അപ്പൊ ഭാഷ ഞാൻ തമിഴ് എഴുതാനും വായിക്കാനും ഓ, പഠിച്ചു. വെരി ഉറുദു, ആ, പിന്നെ അറബിക് ഒരു കുറച്ച് പഠിച്ചു. അപ്പൊ പിന്നെ എന്റെ ഹിന്ദി, അത് പിന്നെ ഇവിടുത്തെ സംസാരത്തിന്റെ ഹിന്ദി ഭയങ്കരമായിട്ട് നന്നായിട്ട് എന്താ പറയാ ഇമ്പ്രൂവ് ചെയ്തു. അപ്പൊ ഭാഷ പഠിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഇത് ചെയ്തത് വേറെ. ഇസറ്റ് പിന്നെ ബെഗോവിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബോസ്നിയൻ എന്താ പറയുക, ബോസ്നിയൻ ഫിലോസഫർ, റൈറ്റർ, ദെൻ ലേറ്റർ ബിക്കം ബോസ്നിയൻ പ്രസിഡന്റ്. വായിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രിസൺ നോട്ട്സ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അദ്ദേഹം ജയിലിനെ കുറിച്ച് കൊടുക്കുന്നൊരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ജയിൽ ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് സ്പേസ് ആൻഡ് എക്സസ് ഓഫ് ടൈം എന്നാണ്. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ഞാനത് ഞാൻ ജയിലിലായിരുന്നപ്പോൾ ഫസ്റ്റ് 6 മാസത്തിൽ ഞാൻ ഒരു കൊളീഗിന് കത്തെഴുതുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ PhDക്ക് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് ജയിലിൽ അടയ്ക്കാണ് വേണ്ടത്. അവരെ അതെ. ഒരു കൊല്ലം ജയിലിലേക്ക് അവർ വിട്ടു കഴിഞ്ഞാൽ അവർ തീസിസ് തീർത്തേ പുറത്തേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സമയം കിട്ടുക, അത് വേണ്ട പോലെ ഉപയോഗിക്കാൻ പറ്റുക എന്നാണ്. എൻ്റെ ഒരു സുഹൃത്ത്, ബോംബെക്കാരൻ തന്നെ ഒരു സുഹൃത്തുണ്ട്, വാഹിദ് ഷെയ്ഖ്. ഹി വാസ് ഇൻ ജയിൽ ഓൾമോസ്റ്റ് 10 years. മുംബൈ 9/11 അറ്റാക്കിൽ പ്രതി ചേർക്കപ്പെടുന്നു, ജയിലിൽ പോകുന്നു. 2015 വരെ ജയിലിലായിരുന്നു. അപ്പോൾ ജയിലിൽ നിന്നാണ് വാഹിദ് ഷെയ്ഖ് ലോയിൽ ഡിഗ്രി എടുക്കുന്നുണ്ട്. ഇപ്പോൾ വാഹിദ് ഷെയ്ഖിൻ്റെ PhD തിസിസ് ഓൾമോസ്റ്റ് സബ്മിറ്റ് ചെയ്യാനായി. പ്രിസൺ ലിറ്ററേച്ചറിനെ കുറിച്ചാണ് വാഹിദ് ഷെയ്ഖിൻ്റെ ഇത്. വാഹിദ് ഷെയ്ഖ് ആ ജയിൽ ദിവസങ്ങളെക്കുറിച്ച് ബേഗുന ഖെയ്ദി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 3-4 ഭാഷകളത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കൂ ഹനി, ഈ പറയുന്ന ഇപ്പോൾ വാഹിദ് ഷെയ്ഖിനെ ഞാൻ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ നിലയിൽ വിചാരണ തടവുകാരായി നമ്മുടെ ഇന്ത്യയിലെ ജയിലിൽ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ആയിരക്കണക്കിനെന്ന് പറയുന്നത് ശരിയല്ല, കൃത്യം കണക്ക് പറയുകയാണെങ്കിൽ 4,39,000 അണ്ടർ ട്രയൽസ് ഇന്ത്യയിലുണ്ടെന്നാണ്, ഇന്ത്യൻ പ്രിസൺ. അപ്പോൾ ഇന്ത്യൻ പ്രിസൺ പോപ്പുലേഷൻ്റെ 72% അണ്ടർ ട്രയൽസാണ്, വിച്ച് ഈസ് വേൾഡ് റെക്കോർഡ്. ആൻഡ് 4.39 lakhs അണ്ടർ ട്രയൽസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ലോകത്തെ ഏതാണ്ട് 16ഓളം രാജ്യങ്ങളിലെ ജനസംഖ്യയേക്കാൾ കൂടുതലാണത്. ഇപ്പോൾ ഖത്തർ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇന്ത്യയിലെ അണ്ടർ ട്രയൽസിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബഹ്റൈൻ, കുവൈറ്റ്, ഈ രാജ്യങ്ങളിലൊക്കെ ജനസംഖ്യ എടുത്ത് നോക്കിയാൽ അവിടുത്തെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇന്ത്യയിലെ അണ്ടർ ട്രയൽസ്. പ്രിസണേഴ്സിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, അണ്ടർ ട്രയൽസിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആളുകളെ വിചാരണയില്ലാതെ, കുറ്റപത്രം കൊടുക്കാതെ ജയിലിലിടുക, അവരുടെ യൗവനം തീർക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അതിവിപുലമായിട്ട് നടക്കുകയാണ്. ഒരു കണ്ണി മാത്രമാണ് ഹനി ബാബു എന്ന് പറയുന്നത്. ഹനി ബാബു യൗവനം ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ യൗവനം കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നതെന്നുള്ളൊരു വേറെ നിലയ്ക്ക് പറയാൻ പറ്റും. എന്താ ഈ ഇത്രയും കാലം ജയിലിൽ കിടന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ ഒരു സെനാരിയെക്കുറിച്ച് എന്താ പറയുക? ഈ വിചാരണ തടവുകാരുടെ ഇത് ഞാനും വായിച്ചിട്ടുണ്ട്. അതായത് ഇന്റർനാഷണൽ ആവറേജ് 20 മറ്റാണ് ശതമാനം വിചാരണ തടവലിലുള്ളത്. അപ്പോ ഇന്ത്യൻ പ്രിസൺ, ഞാൻ പ്രിസണിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് വായിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ജയിലിൽ ചെന്നിട്ട് ഞാൻ ബാരക്കിൽ 10-40 പേരോളം ഉണ്ട്. അപ്പൊ എന്റെ ആദ്യത്തെ ഞാൻ നോക്കിയിരുന്നത് ഇതില് എന്താ പറയാ, ശിക്ഷിക്കപ്പെട്ടവർ എത്ര പേരുണ്ട്. എല്ലാവരുടെയും ചോദിക്കും, നിങ്ങൾ അണ്ടർ ട്രയൽ ആണോ ശിക്ഷിക്കപ്പെട്ടതാണോ? അപ്പൊ എല്ലാവരും പറഞ്ഞു അണ്ടർ ട്രയൽ. അപ്പൊ നമ്മൾ ആൾക്കാരോട് ചോദിക്കാൻ തുടങ്ങി, അപ്പൊ ഈ ശിക്ഷിക്കപ്പെട്ടവർ എവിടെയാണ്? ഒരു നോ, അത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതായത് 3000 പേരുണ്ടായിരുന്ന ആ ജയിലില് 300-400 പേരുണ്ടായിരുന്നുള്ളൂ ശിക്ഷ വിധിക്കപ്പെട്ടവർ. മറ്റുള്ളവരൊക്കെ ഈ അണ്ടർ ട്രയലാണ്. അത് ചിലര് 3-4 മാസങ്ങള്, ചിലര് 5 വർഷം, 8 വർഷം, 10 വർഷം ഒക്കെ ഉള്ള ഈ ഇത്. അപ്പോ ഈ നമ്മുടെ നിയമത്തിന്റെ ഒരു പ്രത്യേക ഒരു ബേസിക് ഇത് എന്താ പറയാ, ഇന്നസെന്റ് അൺടിൽ പ്രൂവൻ ഗിൽറ്റി എന്നാണ്. അപ്പോ നമ്മള് കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ നമ്മൾ നിരപരാധിയാണ് എന്നുള്ളതാണ്. പക്ഷേ ബെയിൽ ഇസ് ദ ലോ എന്നും പറയും. പക്ഷെ നമ്മളുടെ റിയാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ഇന്നസെന്റ് ആയ ഒരാളെ എന്തിനാണ് നിങ്ങൾ പിന്നെ ജയിലിൽ അടയ്ക്കുന്നത് എന്നുള്ളതാണ്. അത് കോടതികളും അതിനകത്ത് പല ഈ ഇന്നസെന്റ് എന്നുള്ളത് ഒരു പ്രൈമാ ഫേസി ഗിൽറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരും. ഈ പ്രൈമാ ഫേസി ഗിൽറ്റ് അത് പ്രഥമ ദൃഷ്ട്യാ നിങ്ങൾ കുറ്റവാളിയാണെന്ന്. അപ്പൊ ഈ പ്രഥമ ദൃഷ്ട്യാ എന്ന് പറയുന്നത് എന്താണ്?
പോലീസ് സമർപ്പിക്കുന്ന രേഖകൾ നോക്കുക. അതായത് കുറ്റപത്രം ഉണ്ടെങ്കിൽ കുറ്റപത്രം നോക്കിയിട്ട് ഇതിനകത്ത് നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ അപ്പോഴും പലപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യം, നമ്മൾ പോലീസിന്റെ രേഖയാണ് നോക്കുന്നത് എങ്കിൽ അതിനകത്ത് നമ്മൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും പോലീസ് പറയില്ലല്ലോ. അപ്പൊ ഈ പ്രഥമ ദൃഷ്ട്യാ നിങ്ങൾ കുറ്റവാളിയാണ് എന്ന് കോടതിക്ക് തോന്നുമ്പോൾ അത് പോലീസിന്റെ രേഖ മാത്രം നോക്കിയിട്ടാണ് തോന്നുന്നത്. കാരണം നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ ഡിഫൻസിന്റെ ഡോക്യുമെന്റ്സ് നോക്കുന്നത് വിചാരണ നടക്കുമ്പോൾ മാത്രമാണ്. വിചാരണയ്ക്ക് മുമ്പ് പോലീസ് എന്താണ് കൊടുക്കുന്നത് അത് മാത്രമേ കോടതി നോക്കൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ഇതിൽ ഈ ബെയിൽ ഇസ് ദ ലോ എന്നുള്ളത് നടക്കാതെ വരുന്നത്. കാരണം പ്രഥമ ദൃഷ്ട്യാ കുറ്റവാളിയാണെന്ന് പോലീസ് സമർപ്പിക്കുന്ന രേഖയിൽ നിന്ന് കോടതിക്ക് ബോധ്യം വരികയും അപ്പൊ കോടതി പറയും അങ്ങനെ ആണെങ്കിൽ ബെയിൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ്. കാരണം ബെയിൽ ഈസ് ദ ലോ ആൻഡ് യു ആർ ഇന്നസെന്റ് അൺടിൽ പ്രൂവൻ ഗിൽറ്റി എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ പോലീസ് എന്തും പറഞ്ഞോട്ടെ, പക്ഷെ അത് കോടതിയിൽ തെളിയിക്കുമ്പോഴാണ് നിങ്ങൾ കുറ്റവാളിയാണെന്ന് ബോധ്യപ്പെടുന്നതും നിങ്ങൾക്ക് ശിക്ഷ വിധിക്കണം എന്ന് എന്താ പറയുക കണ്ടെത്തുന്നതും. അതുവരെ അങ്ങനെ ഒരാളെ എന്തിനാണ് പിന്നെ ജയിലിൽ അടയ്ക്കുന്നത് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ എന്താ പറയുക അന്വേഷണത്തിന് തടസ്സപ്പെടുത്തുകയാണ് നിങ്ങളെ ജയിലിൽ അടയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നാട് വിട്ടു പോകുമെന്നുള്ള ഫ്ലൈറ്റ് റിസ്ക്, നാട് വിട്ടു പോകുമെന്നുള്ള ഒരു പേടിയുണ്ടെങ്കിൽ നിങ്ങളുടെ ജയിലിൽ അടയ്ക്കാം. ഇതിനപ്പുറം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പുറം നിങ്ങൾ ജയിലിൽ അടയ്ക്കുക എന്നുള്ളത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ്. അപ്പൊ അത് കോടതി പലപ്പോഴും ഇന്ത്യൻ കോടതിയെ പറ്റി പറയുന്നത് അത് പല ഇന്ത്യയിലെ ആൾക്കാരെ പോലെ തന്നെ ഇന്ത്യയിൽ ഇത്രയധികം ഭാഷകളുണ്ട്, അപ്പൊ അതേപോലെ തന്നെ കോടതിക്കും പലതരം ഭാഷകളുണ്ട്. ചില ജഡ്ജസ് പറയും നിങ്ങൾ എന്തായാലും അണ്ടർ ട്രയൽ ഇന്നസെന്റ് ആണ്, അപ്പൊ അവർക്ക് ബെയിൽ കൊടുക്കണം പറയും. ചില ജഡ്ജസ് അങ്ങനെ വിശ്വസിക്കുന്നില്ല. അപ്പോ ഇതില് ഏകീകൃതമായിട്ടുള്ള ഒരു സമീപനം വേണം. ഒരു അണ്ടർ ട്രയൽ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ ജയിലിൽ അടയ്ക്കുക എന്നുള്ളത് മാക്സിമം അന്വേഷണം നടക്കുന്ന സമയം. അന്വേഷണം നടക്കാനായിട്ട് സാധാരണ 3 മാസമാണ് സാധാരണ കേസ്. സാധാരണ 2 മാസമാണ് 10 വർഷത്തിന് താഴെ ശിക്ഷയുള്ള കേസുകൾക്ക്, അല്ലെങ്കിൽ 3 മാസം. UAPA പോലെയുള്ള സ്പെഷ്യൽ നിയമത്തിൽ 6 മാസം. ഇതിനപ്പുറം ഒരാളെ ജയിലിൽ അടയ്ക്കേണ്ട ഒരു കാര്യം ഉണ്ടാവരുത് ഒരിക്കലും. അല്ലെങ്കിൽ പിന്നെ അയാൾ ജയിലിൽ ജാമ്യത്തിൽ ഇരിക്കുമ്പോൾ അതിനെ എന്താ പറയാ വ്യവസ്ഥകളെ ലംഘിക്കണം. അതായത് വിറ്റ്നസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ അടയ്ക്കുന്നതിൽ അർത്ഥമുണ്ട്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മളുടെ ജയിലറകൾ ഈ നിരപരാധികൾ ആണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആൾക്കാരെ അടച്ചിടാനുള്ള സ്ഥലമായിട്ട് മാറുന്നത്. അപ്പോ വാഹിദ് ഷെയ്ഖിന്റെ വർക്ക് എനിക്കറിയാം, പുള്ളിയെ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ കാണാനും കുറച്ച് കാര്യങ്ങൾ കൂടെ, കാരണം ഞാനും ജയിലിലായിരുന്നപ്പോ ജയിലിലുള്ള നമുക്ക് കുറച്ചൊരു സാമൂഹിക പ്രതിബദ്ധതയൊക്കെ ഉണ്ടെങ്കിൽ തോന്നുന്ന ഒരു കാര്യമാണ് നമുക്ക് ജയിലിന് പുറത്തു വന്നാലും ഇങ്ങനെയുള്ള ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ ഒരു ഇതിലാണ് വാഹിദ് ഷെയ്ഖിന്റെ വർക്ക് പോകുന്നത്. അപ്പൊ ഞാൻ പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്നാലാവുന്നത് ഞാനും ചെയ്യാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമീപനം മാറിയാൽ തന്നെയാണ് നമ്മളുടെ അണ്ടർ ട്രയൽ ഇല്ലാണ്ട് പ്രിസണിൽ വെക്കുന്നത് തെറ്റാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഭീമ കൊറേഗാവ് കേസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ പ്രതികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ടുപോവാണ് ചെയ്യുന്നത്. അവരെല്ലാവരും പൊതുവെ അവരവരുടെ മേഖലകളിൽ പലതരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ പിക്ക് ചെയ്യുമ്പോൾ എന്താണ് അതിൽ കോമൺ ആയിട്ട് വർക്ക് ചെയ്ത ഒരു ഫാക്ടർ എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അതിൽ പ്രതിയായി എന്ന് ഹാനി ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഭീമ കൊരേഗാവ് കലാപം എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു എക്സ്ക്യൂസ് ആയിട്ട് മാത്രമാണ് ഇത് എടുത്തിട്ടുള്ളത്. കാരണം ഈ കേസിന് മുന്നോട്ട് പോകുന്നതിൽ ആ കലാപത്തിൽ യാതൊരു അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ഞങ്ങൾ 16 പേരിൽ 3 or 4 അവിടെ ഈ 2018 ജനുവരി 1 സംഘർഷം നടക്കുന്നത്. പക്ഷേ എൽഗാർ പരിഷത്ത് 2017 ഡിസംബറിൽ നടക്കുന്നു. ആ എൽഗാർ പരിഷത്തിൽ വെച്ച് ഗൂഢാലോചന നടത്തിയെന്നാണല്ലോ ഇവരുടെ കേസിൽ പറയുന്നത്.
എൽഗാർ പരിഷത്തിൽ ആക്ച്വലി ഹാനി പങ്കെടുത്തിരുന്നോ? ഈ 16 പേരിൽ 4 പേരോ മറ്റോ ആണ്. 3 പേര് അവര് കബീർ കലാം മഞ്ച് എന്ന് പറയുന്ന ഈ അവിടുത്തെ കൾച്ചറൽ ഗായകർ. ഓർഗനൈസേഷനിൽ അവര് 3 പേര് ഉണ്ടായിരുന്നു. പിന്നെ സുധീർ ധാവ്ലെ ഇതിന്റെ ഒരു ഓർഗനൈസർ ആയിരുന്നു. ഇപ്പൊ ഈ 4 പേരാണ് ഈ എൽഗാർ പരിഷത്ത് മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ളത്, ഈ 16 പേര്. മറ്റുള്ള കുറച്ച് ചില ആൾക്കാർ ഈ ആ സമയത്ത് ഭീമ കൊരേഗാവ് 2 3 പേര് അവിടെ ഈ ഭീമ കൊരേഗാവില് ജനുവരി 1-നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ആ പകുതിയിലധികം പേര് ആ ദിവസമോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത് ഒരിക്കലും അവിടെ ഇങ്ങനെ പോയിട്ടോ ഒരു എൽഗാർ അതിൽ പരിഷത്ത് നടക്കുന്നതായിട്ട് ഹാനി അറിയായിരുന്നു. എൽഗാർ പരിഷത്ത് നടന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഓഹോ. എൽഗാർ പരിഷത്തിനെ പറ്റി ഞാൻ അറിയുന്നത് ഈ കേസ് നടക്കുമ്പോഴാണ്. ഈ കേസ് ഉണ്ടായപ്പോഴാണ്. അതിനു മുമ്പ് ഭീമ കൊരേഗാവിലെ 200ാമത്തെ വാർഷികം വളരെ Yeah. വിപുലമായിട്ട് കൊണ്ടാടപ്പെടുന്നു. അപ്പൊ അതിനകത്ത് പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ അറിയായിരുന്നു. പക്ഷെ എൽഗാർ പരിഷത്ത് എന്നുള്ള ഒരു പ്രത്യേക മീറ്റിംഗ് ഉണ്ട് അങ്ങനെയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ 200ാമത്തെ വാർഷികം വിപുലമായിട്ടാണ് കൊണ്ടാടുന്നതെന്ന് അറിഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ കലാപം ഉണ്ടായി എന്നും അറിഞ്ഞു. പിന്നീട് അറസ്റ്റുകൾ തുടങ്ങിയപ്പോഴും ഞാൻ ഭീമ കൊരേഗാവ് കേസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെല്ലാവരും അറിയുന്നത്. ഈ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു 2019 പൂന പോലീസ് എന്റെ വീട്ടിലേക്ക് വന്നപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥൻ വാതിൽ തുറന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ എൽഗാർ പരിഷത്ത് കേസിൽ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ വീട് പരിശോധിക്കണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, എൽഗാർ പരിഷത്ത് കേസോ? അതേത് കേസാന്ന് വെച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ഓ നിങ്ങൾക്ക് എന്താ അറിയില്ല അതൊന്നും എന്ന് വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഭീമ കൊരേഗാവില് മറ്റേ റോണ വിൽസൺ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആ കേസാണെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ആ ഭീമ കൊരേഗാവ് അല്ല, എൽഗാർ പരിഷത്ത് കേസാണത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ എന്നിട്ട് അതിനുശേഷം റെയ്ഡ് നടന്നതിന് ശേഷം ഞാൻ കുറച്ച് ആൾക്കാരോട് ചോദിച്ചു, അതെന്താണ് ഇവർ പറയുന്നത് ഭീമ കൊരേഗാവ് കേസല്ല, ഇത് എൽഗാർ പരിഷത്ത് കേസാണെന്ന്. അപ്പോഴാണ് പറഞ്ഞത്, അല്ല, ഈ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, പക്ഷെ അതിന് മുമ്പുണ്ടായ ഒരു മീറ്റിംഗ് ആണ് ഇതിന്റെ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ, ഓ അത് ശരി, അങ്ങനെയാണ് എൽഗാർ പരിഷത്ത് കേസാണിത് എന്ന് അറിയുന്നത്. അല്ലാതെ എൽഗാർ പരിഷത്ത് മീറ്റിംഗ് ആയിട്ടോ ഒന്നും ഇപ്പൊ എന്റെ ഓക്കെ. കുറ്റപത്രത്തിൽ പോലും അത് പറഞ്ഞിട്ടില്ല, എനിക്ക് അതിൽ ബന്ധമുണ്ടോ എന്നോ ഒന്നും ഒരു 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 ആരോപണം നടത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ ചൂസ് ചെയ്യുന്നതിൽ എന്തായിരിക്കും അതിലൊരു മോട്ടീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്? അതായത് ഇത് നോക്കിക്കഴിഞ്ഞാല് ഇങ്ങനെ പല ഭാഗത്തും, ഇന്ത്യയിലെ പല ഭാഗത്തും, പ്രത്യേകിച്ച് ഞാൻ ഇടപെടുന്നതിനകത്ത് യൂണിവേഴ്സിറ്റികളിൽ നിന്നായാലും മറ്റു പല സിവിൽ സൊസൈറ്റിയിൽ നിന്നും പല 2018 ആ ഒരു സമയത്ത് പല മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദളിത് സംഘടനകളും പിന്നെ മുസ്ലിം സംഘടനകളും ഒക്കെ ഒരുമിച്ച് വന്ന് രോഹിത് വെമുലയുടെ ആത്മഹത്യക്ക് ശേഷവും ഒക്കെ വളരെ വിപുലമായിട്ട് ഡൽഹിയിലും ഹൈദരാബാദിലും ബോംബെയില് എല്ലായിടത്തും ഇങ്ങനെ പല പ്രകടനങ്ങളും ഒക്കെ ഉണ്ടായി. യൂണിവേഴ്സിറ്റികളിൽ പല ശക്തികൾ ഒരുമിച്ച് വരുന്ന ഒരു ഇതായിരുന്നു. അപ്പോ ഈ വലതുപക്ഷ ഹിന്ദുത്വ സംഘടനകളെ എതിർക്കാനും അവരുടെ അവരുടെ മുകളിലേക്ക് മറ്റേ ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ, ഇപ്പൊ ഡൽഹിയിൽ JNUവിലാണ് സാധാരണ ഒരു ഇടതുവിന്റെയും ഒക്കെ ഒരു കേന്ദ്രമായിട്ട് പറയുന്നത്. പക്ഷെ 2018 ഡൽഹി യൂണിവേഴ്സിറ്റികളിൽ വളരെ അധികം ഞങ്ങൾ റിസർവേഷന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങിലായാലും രോഹിത് വെമുലയുടെ ഇതിലായാലും പല മുസ്ലിം സംഘടനകളും ദളിത് സംഘടനകളും ഒക്കെ വന്ന് ഒരുമിച്ച് വരിക, അങ്ങനെ സിവിൽ സൊസൈറ്റികളിലും ഈ ഒരു നടക്കുന്ന ഒരു സമയമായിരുന്നു 2018 ആ ഒരു സമയം. അപ്പോ അതിനെ ഇങ്ങനെയുള്ള പല ഇത് വരുമ്പോ അതിനെല്ലാം കൂടെ ഒരൊറ്റ വടിവെച്ച് അടിച്ചു തകർക്കാനുള്ള ഒരു ഇതുപോലെയാണ്. ഇതൊരു മാവോയിസ്റ്റ് ഗൂഢാലോചനയിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ഇത് ആരുടെ ബുദ്ധിയിൽ വന്നതാണെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നാണ് എൻ്റെ ഒരു റീഡിങ് ഇതിനകത്ത്. ഇപ്പോ ഇതിൽ അറസ്റ്റിലായിട്ടുള്ള പലരും നോക്കിക്കഴിഞ്ഞാലും, കാരണം ഇത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരൊന്നും ആയിരുന്നില്ല. ഇപ്പോ ഡൽഹിയിലുള്ള ആയിരുന്നെങ്കിൽ തന്നെ ഗൗതം നവലാക്ക ഞാനും ഒന്നും ഒരുമിച്ച് ചില മീറ്റിങ്ങുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഞങ്ങൾ ഒരുമിച്ച് ഒന്നും ഓർഗനൈസ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. റോണ വിൽസണും ഞാനും കുറച്ച് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ബോംബെയിലുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ബോംബെയിലുള്ള ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മീറ്റിങ്ങുകൾ നടത്തുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഭാഗത്തും, ഇന്ത്യയുടെ പല ഭാഗത്തും ഇങ്ങനെ നടന്നിരുന്ന ആൾക്കാരുടെ ഈ മൂവ്മെന്റ്സിനെ ഒക്കെ
തകർക്കാനും ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നത് വഴി മറ്റുള്ളവർക്ക് ഒരു തരം ഭീതി ഉണ്ടാക്കുക അവരെ. കാരണം ഇങ്ങനെ ഇതിന് ശേഷം ഇത് ആ, ഈ ഭീമ കൊരേഗാവ് എൽഗാർ പരിഷത്ത് കേസ്, അതിനുശേഷം ഉണ്ടായ മറ്റേ ഡൽഹി റയറ്റ്സിന്റെ കേസ്, ഇതൊക്കെ Yeah. മറ്റേ NRC ഇതുണ്ടായത്. അപ്പൊ ഇതൊക്കെ നടക്കുന്ന ഒരു വളരെ വളറ്റൈൽ ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഇതെല്ലാം ഒരേ കേസുകളൊന്നും ടൈം സ്പാനിലാണ് ഉണ്ടായിരുന്നില്ലെങ്കിൽ. നടക്കുന്നത് അല്ലേ? സോറി. ഇതെല്ലാം ഒരേ സമയത്താണ് നടക്കുന്നത്. ഡൽഹി ഒരേ കേസ് സമയത്താണ് ആണെങ്കിലും. നടക്കുന്നത്. ഉം. അപ്പൊ ഇങ്ങനെ രണ്ട് മൂന്ന് കേസുകൾ ഉണ്ടാവുകയും അറസ്റ്റുകൾ നടക്കുകയും ഉണ്ടായിരുന്നില്ലെങ്കിൽ, പിന്നെ അന്ന് വേറൊരു സംഭവമായിരുന്നു മറ്റേ കിസാൻ ഈ കർഷക സമരം Yeah. 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 ഡൽഹിയിൽ ഉണ്ടായത്. അപ്പോ ഇത് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് കേസുകൾ വന്നതോട് കൂടിയിട്ട് ആഹ്, പെട്ടെന്നില്ലെങ്കിലും പതുക്കെ പതുക്കെ ഇതൊക്കെ ഇല്ലാതായി. ഈ ഒരു റെസിസ്റ്റൻസ് ഇതുകൾ തന്നെ വീക്കെൻഡ് ആയിരുന്ന, Yeah. ദുർബലപ്പെട്ടു പോകുന്ന ഒരു ഇതിലേക്ക് ആണ്. അപ്പൊ ഇത് വളരെ വിജയകരമായിട്ട് ഈ ആ, ആ, ഹിന്ദുത്വ RSSന്റെയും ഒക്കെ ഉള്ള മനോഭാവമുള്ള ആൾക്കാരുടെ ഇതിൽ നിന്ന്, ഭരണകൂടത്തിന്റെ ഇതിൽ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയാം. ഇപ്പൊ ഏത് സമരം ഉണ്ടായാലും, കർഷക സമരത്തിൽ വരെ ഇതും മാവോയിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവര് ചില നീക്കങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. അപ്പോ ഇതാണെന്ന് തോന്നുന്നു അതിന്റെ ഏറ്റവും വലിയൊരു കേസായിട്ടായിരുന്നു ഈ ഞങ്ങളുടെ എൽഗാർ പരിഷത്ത് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഈ ഡൽഹി റയറ്റ്സിന്റെ കേസ് ഉണ്ടായത്. അപ്പോ എന്നുവെച്ചാൽ ഒരു ഡിസന്റ് വോയിസ് അത് മൊത്തത്തിൽ സപ്രസ് ചെയ്യുക എന്നുള്ള ഒരു ഗ്രാൻഡ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും നടന്നിട്ടുണ്ടാവുക. അത് തന്നെയാണ്. കാരണം ആ, ഈ കേസിൽ തന്നെ ഇപ്പോ ഞങ്ങളുടെ കമ്പ്യൂട്ടറുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ചില രേഖകൾ വെച്ച് നോക്കുമ്പോൾ 2018 അറസ്റ്റ് നടക്കുന്നതെങ്കിലും അതിന് ഒന്ന് രണ്ട് വർഷം മുമ്പ് തന്നെ കമ്പ്യൂട്ടറുകൾ ആക്രമിക്കുകയും അതിനകത്ത് ചില രേഖകൾ ഇടുകയും ചെയ്തിട്ടുള്ള ആർസനലിന്റെ അതെ. ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ ഇതൊരു വളരെ ആലോചിച്ച് ദീർഘമായിട്ടുള്ള കാലത്തോട് തയ്യാറെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗൂഢാലോചന ആയിട്ടാണ്, ഒരു കോൺസ്പിറസി ആയിട്ടാണ് ഇത് തോന്നുന്നത്. ഈ സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള വർഷങ്ങളുടെ ഒരു തയ്യാറെടുപ്പായിരുന്നു. സ്റ്റേറ്റ് സ്വന്തം പൗരന്മാർക്കെതിരെ കൺസ്പയർ ചെയ്യുന്ന വിചിത്രമായ ഒരു കാര്യമാണത്. അങ്ങനെ തന്നെ വേണം പറയാൻ. ഇത് കോടതിയിൽ തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത് സബ് ജുഡീസ് ആയ കാര്യമായതുകൊണ്ട് അത് എങ്ങനെ ആണെന്നറിയില്ല. പക്ഷെ എന്റെ ഭാഗം പറയാം, നമ്മുടെ ഡിഫൻസിന്റെ ഭാഗം പറയുകയാണെങ്കിൽ നമ്മൾ അത് തന്നെയാണ് പറയേണ്ടത്. കോടതിയിൽ നമ്മൾ അത് തന്നെയാണ് പറയുന്നതും. ഇനി കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത്. അവസാനമായിട്ടേ ഒന്ന് ഇതിൽ കുടുംബം, ഹാനി ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട്. അവർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത്? അവർ ഈ ഇത്രയും ദിവസം അവരുടെ ലൈഫിൽ ഇതെങ്ങനെയായിരുന്നു? ജയിലിനകത്ത് പോയപ്പോ ആദ്യത്തെ കാലങ്ങളിൽ പ്രത്യേകിച്ചും തോന്നിയ ഒരു അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഒരാളെ ജയിലിൽ അടയ്ക്കുമ്പോ അയാളെക്കാൾ ഉപരി ശിക്ഷിക്കപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബവും വീട്ടുകാരുമാണ്. ഇപ്പൊ നമ്മൾ പറയും ഈ പ്രാകൃതമായിട്ടുള്ള എന്താ പറയാ ശാരീരിക പീഡനങ്ങൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ശരിയ ലോയിലുള്ള മറ്റേ എന്താ പറയാ മർദ്ദനം ഏൽപ്പിക്കുക എന്നുള്ളതിനേക്കാളും സോക്കാൾഡ് ഒരു ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് നമ്മളുടെ എന്ന്. പക്ഷെ ഞാൻ ജയിലിൽ പോയി എനിക്ക് ഉടൻ തോന്നിയത് അതാണ്, ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. കാരണം നിങ്ങൾ ഒരു കുറ്റവാളിയെ കുറ്റം ചെയ്താൽ അയാളെ ശാരീരികമായി ഉപദ്രവിച്ചു, അയാളെ വിട്ടു, അയാൾ കുറച്ച് വേദന അനുഭവിച്ചു, അത് അയാളാണ് അനുഭവിക്കുന്നത്. പക്ഷെ നമ്മള് ജയിലിലേക്ക് പോകുമ്പോൾ അനുഭവിക്കുന്നത് നമ്മൾ മാത്രമല്ല, നമ്മളെക്കാളും കൂടുതൽ. അത് നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, അവിടെ ജയിലിൽ വരുന്ന ഓരോരുത്തരുടെ കാര്യത്തിലും നമുക്കിത് കാണാം. അവരെക്കാളും കൂടുതൽ കഷ്ടപ്പെടുന്നത് വീട്ടുകാരാണ്. കാരണം അവര് തികച്ചും എന്താ പറയുക ഹെൽപ്ലെസ്സും കൂടെയാണല്ലോ. അവരുടെ നിസ്സഹായാവസ്ഥ അത് ആണ് അവരുടെ കഷ്ടപ്പാട് കൂട്ടുന്നത്. നമ്മൾ ഉള്ളിൽ പോകുന്ന ആൾക്ക് നമുക്ക് സഹിച്ചാൽ മതി, ഓക്കെ, നമ്മൾ ഇതിനകത്താണ് എന്നുള്ള ഒരു ഇതുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുറത്തുള്ളവര് അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാൻ നോക്കുകയും ചെയ്യും. പക്ഷെ അത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥയും വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇത്, അപ്പൊ അത് തികച്ചും അവരെ തകർക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്
പിന്നെ കാലം കഴിയും തോറും കുറേശ്ശെ കുറേശ്ശെ നമ്മൾ പരിചയിച്ചു വരും എന്നല്ല അത്. പക്ഷേ അതിന് എന്റെ വേറൊരു ആസ്പെക്ട് കൂടെ ഉണ്ട്. ഹാനിയുടെ കുടുംബം ഒരുപക്ഷെ അത് അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഈ തീവ്രവാദ സ്വഭാവത്തിലുള്ള കേസുകളിൽ പിടിക്കപ്പെടുന്ന ആളുകൾ അനുഭവിക്കുന്ന, അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ എക്സ്കമ്മ്യൂണിക്കേഷനാണ്. വലിയ തോതിലുള്ള സാമൂഹിക ഭ്രഷ്ടിന് അവർ, ഈവൻ അടുത്ത ബന്ധുക്കളിൽ നിന്ന് പോലും വലിയ ഭ്രഷ്ടിന് വിധേയരാകുന്നു. ആ തീർച്ചയായിട്ടും. അതായത് പ്രത്യേകിച്ച് ഈ തീവ്രവാദ ഇസ്ലാമിക തീവ്രവാദ കുറ്റങ്ങൾ ഇതാകുന്ന ആൾക്കാരുടെ അത് നമ്മൾ കാണുന്നുണ്ട്. അവര് മാത്രമല്ല, അവരുടെ കുടുംബവും അനുഭവിക്കുന്നത് ആ, ഇപ്പൊ സാമൂഹികമായിട്ടും, ഈവൻ അന്വേഷണ ഏജൻസി വരെ ഇപ്പൊ അവിടെയുള്ള തന്നെ ചില കേസുകൾ മറ്റുള്ള കേസുകളിൽ അകത്തായവർ പറയാറുണ്ട്, അവരുടെ ഭാര്യയെയോ മക്കളെയോ ഒക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും അവിടെ പോയി ശല്യം ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, അങ്ങനെ ഭീതിപ്പെടുത്തുക, അങ്ങനെയുള്ള ഇതുണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ഇതില് ആ, ഈ കേസ് കാരണം ഇത് 2018 ജയിലിൽ അടയ്ക്കപ്പെടുന്ന അവസ്ഥയും 2020 ഉള്ള അവസ്ഥയും വളരെ വ്യത്യാസമാണ്. 2018 ഫസ്റ്റ് അറസ്റ്റുകൾ നടക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചു, ഓ ഇവര് ഭീകരരാണ്, പ്രധാനമന്ത്രിയെ കൊല്ലാൻ പോയതാണ് എന്നൊക്കെ. പക്ഷെ ഒന്ന് രണ്ട് കൊല്ലത്തിന് ശേഷം പതുക്കെ പതുക്കെ പല റിപ്പോർട്ടുകൾ വായിച്ചിട്ടും ഒക്കെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഈ കേസിൽ എന്തോ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത്. അപ്പൊ 2020 ഞാൻ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ആസ്പെക്റ്റോട് കൂടിയിട്ടാണ് പുറം ലോകം തന്നെ ഇതിനെ കണ്ടിരുന്നത്. പക്ഷെ 2018 അറസ്റ്റ് ചെയ്തവർ പറഞ്ഞിട്ടുണ്ട്, അവര് ജയിലിൽ പോയപ്പോഴും ജയിലിൽ നിന്ന് അവരെ കോടതി കൊണ്ടുവരുമ്പോഴും കോടതി മുഴുവൻ എല്ലാവരും ഇങ്ങനെ നോക്കുമായിരിക്കും, "ഓ, ഏതോ വലിയ ഭീകരർ വന്നു" എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു അവസ്ഥ എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായിട്ടില്ല ഇതിനകത്ത്. പക്ഷെ ഈ കുടുംബത്തിന്റെ കഷ്ടപ്പാട് പക്ഷെ അത് കുറച്ചിട്ടില്ല ഒട്ടും. ഓക്കെ, ഇത്രയും ദിവസങ്ങൾ ജയിലിനകത്തായി. കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രണ്ട് ലൈനിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂ വായിക്കുകയുണ്ടായി. ആ, ഒരു ദൈവാനുഭവത്തെക്കുറിച്ചും ആത്മീയമായ ഉണർവുകളെക്കുറിച്ചും ഹാനി അതിൽ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരോട് അതേക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും എന്റെ ജയിലിന്റെ അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പറയാതെ അത് പൂർണ്ണമാവുകയില്ല. കാരണം എന്റെ വ്യക്തിപരമായിട്ട് എനിക്ക് എന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം അതായിരുന്നു. അതായത് ഒരു അവിശ്വാസി എന്ന് ഞാൻ പറയില്ല, പക്ഷെ വിശ്വാസിയല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ജയിലിൽ അടയ്ക്കപ്പെടുന്നതിന് മുമ്പ്. ഒരു ഇസ്ലാമിക കുടുംബത്തിൽ പിറന്നു. പിന്നെ കൾച്ചറലായിട്ട് ഒരു കൾച്ചറൽ മുസ്ലിം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു ഞാൻ. അപ്പൊ അതിലപ്പുറം മതപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ നിസ്കരിക്കാനോ പോലെ അറിയാത്ത ഒരാളായിരുന്നു ഞാൻ ജയിലിൽ പോകുമ്പോൾ. അപ്പോ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് എടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് ആയിരുന്നു, ഞാൻ മതപരമായിട്ടുള്ള ഇതിലേക്ക് നീങ്ങും, ഞാൻ നിസ്കരിക്കാൻ പഠിക്കും, ഖുറാൻ വായിക്കാൻ പഠിക്കും എന്നുള്ളത്. കാരണം ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന നമ്മളുടെ ആ ഒരു നിസ്സഹായാവസ്ഥ, അത് അതിന് ഏറ്റവും നമുക്ക് ശക്തി തരുന്നത് ഈ ഒരു വിശ്വാസം ആണ് എന്നുള്ളത് എനിക്ക് ആ നിമിഷത്തിൽ ഞാൻ തിരിച്ചറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ലോക്കപ്പിൽ അടയ്ക്കുന്ന ആദ്യത്തെ NIA ഓഫീസിലായിരുന്ന അവസ്ഥ. രാത്രി ഞാൻ ലോക്കപ്പിലേക്ക് പോകുന്നു എന്ന് ഞാൻ കണ്ണടയ്ക്കുന്നു. കണ്ണടച്ചിട്ട് ഇങ്ങനെ ഒരു മുന്നിൽ ഇങ്ങനെ ഒരു അഗാധമായ ഒരു ഗർത്തമോ അല്ലെങ്കിൽ ഒരു ശൂന്യതയിലേക്ക് ഇങ്ങനെ പോകുന്ന പോലെ. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ അങ്ങനെ അള്ളാഹ് എന്ന് വിളിച്ചിട്ട് വിളിക്കുന്നതും. അപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ്, ഇതാണ് എന്റെ ജീവിതത്തിൽ ഇനിയും മുന്നോട്ടുള്ള എന്റെ ജീവിതത്തിൽ എനിക്ക് ആ കൂടെ ഉള്ള ഒരു ശക്തി ഇതാണ്. വേറെ എന്തില്ലെങ്കിലും അത് ജയിലിൽ പലപ്പോഴും അങ്ങനെ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടായാലും എനിക്ക് ഈ ഒരു വിശ്വാസം, ഒരു ധൈര്യം തന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവുകയും ആ വിശ്വാസത്തിലേക്ക് അതിന്റെ ഭാഗമായിട്ട് മതപരമായിട്ടുള്ള ചടങ്ങ് പഠിക്കാനും ഖുറാൻ വായിക്കാൻ പഠിക്കുകയും അറബി കുറച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യുകയും ജീവിതത്തിൽ വളരെ ആ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പോ ഇത് എന്റെ മുൻ സുഹൃത്തുക്കൾക്കും ഈവൻ എന്താ പറയുക കോ അക്യൂസ്ഡ് മറ്റ് സഹ ഈ കേസിലുള്ള അവർക്കുമൊക്കെ ഒരു കുറച്ചൊരു ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. കാരണം ഈ ഈ 16 പേരിൽ മതവിശ്വാസി അല്ലെങ്കിൽ ജൈവവിശ്വാസി അറിയ എന്ന് പറയാവുന്ന ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഫാദർ സ്റ്റാൻ സ്വാമി, അദ്ദേഹം ഒരു ക്രിസ്തീയ പുരോഹിതനാണ്. അപ്പൊ പിന്നെ വിശ്വാസിയാണോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല, വിശ്വാസത്തിന്റെ ഇതിലാണല്ലോ. പക്ഷെ സ്റ്റാൻ സ്വാമി ആണെങ്കിൽ മരിച്ചുപോയി. പിന്നെ ഞാനാണ് ആ കൂടെ. ഇപ്പൊ ഞാനാണെങ്കിൽ വിശ്വാസിയല്ലാത്ത ഒരാള് വിശ്വാസിയായി മാറി. ഇപ്പൊ പുറത്തു വന്നതിന് ശേഷവും എന്റെ കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചു,
അപ്പോൾ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് വ്യത്യാസം തോന്നുന്നത്? ആഹ് അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന അതേപോലെ നിങ്ങൾ ഇപ്പോഴും ഒരു യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് തന്നെയാണോ, അതോ നിങ്ങളുടെ ഔട്ട്ലുക്ക് നാരോ ആയിട്ടുണ്ടോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പൊ മതവിശ്വാസം അങ്ങനെ ഒരു നാരോ നമ്മളെ ചുരുക്കും എന്നല്ല എനിക്ക് തോന്നുന്നത്. വിശ്വാസം നമുക്ക് എത്രത്തോളം നമുക്ക് യൂണിവേഴ്സൽ ആകാൻ വലുപ്പവും പറ്റുന്നു. യൂണിവേഴ്സൽ ആകാനാണ് നമ്മളെ സഹായിക്കുന്നത്. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ഈ ആ, പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കുന്ന ഒരു ശക്തിയിലാണ്. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് അത് ചുരുങ്ങുന്നത്? അപ്പോ മതവിശ്വാസം എന്നുള്ളത് ആ, ഇപ്പൊ ഞാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്റെ ജീവിതത്തിലേക്ക് ഇപ്പൊ ഞാൻ പതുക്കെ കാരണം വേറൊരു ആസ്പെക്ട് ഇതിനകത്തുണ്ട്. ജയിലിനകത്തുള്ള ജീവിതവും പുറത്തുള്ള ജീവിതവും വളരെ വ്യത്യാസമാണ്. കാരണം ജയിലിനകത്ത് വളരെ ചിട്ടയോടുകൂടി പ്രത്യേക ചില എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഇതിൽ പോകുന്ന ജീവിതമാണ്. ഇപ്പൊ ഈവൻ 5 നേരത്തെ നിസ്കാരം എടുക്കുകയാണെങ്കിൽ തന്നെ ആഹ് ജയിലിന്റെ ആ ടൈമിങ്ങും ഈ നിസ്കാരത്തിന്റെ ടൈമിങ്ങും വളരെയധികം ഇങ്ങനെ മാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ആടുജീവിതം വായിക്കുമ്പോൾ അവിടെ അറേബ്യയിലെ ജയിലിലെ അങ്ങനെ ദോഹർ നിസ്കാരം കഴിഞ്ഞു, ഇത് മറ്റേ ഭക്ഷണം വന്നു, അസർ കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. അപ്പം ജയിലിൽ വെച്ച് ഇവിടെ ഇന്ത്യൻ ജയിലിലും അതേപോലെയാണ്. പിന്നെ ഈ മഹാരാഷ്ട്ര ജയിലുകളാണെങ്കിൽ 30-40% മുസ്ലിം ഇത് അതെ. ജനങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഓരോ ഇതിലും ഇങ്ങനെ ഇതായിട്ട് പോകുന്നതാണ്. ഇപ്പൊ പുറത്തു വന്നതിന് ശേഷം ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ആ ഒരു കാര്യം 5 നേരം നിസ്കരിക്കുക എന്നുള്ളത്. ഇപ്പൊ ദിവസം പകൽ എനിക്ക് പലപ്പോഴും പുറത്തു പോയിട്ട് ഇങ്ങനെ കറങ്ങി നടന്നു, പിന്നെ രാത്രി വന്ന് ഇരുന്നിട്ട് വേണം നിസ്കാരം ചെയ്യാന്. ജയിലിൽ എനിക്ക് അവിടെ കോടതിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ നേരാനേരം നിസ്കരിക്കുക, എല്ലാ കാര്യങ്ങളും അതേപോലെ ചെയ്യുക. വളരെ അത് ഒറ്റയ്ക്ക് മാത്രമല്ല, കമ്മ്യൂണൽ ആയിട്ട് തന്നെ എല്ലാവരും കൂടെ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതത്തിൽ നിന്ന് ഇപ്പൊ പുറത്തു വന്നിട്ട് ഞാൻ ഇത് അതിനോട് ഇത് അത് ഭയങ്കരമായിട്ട് ചെയ്ത് മിസ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജയിലിൽ ഇപ്പൊ പുറത്തു പോയി തിരിച്ചു വരുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് നിസ്കാരമൊക്കെ തെറ്റിപ്പോകുന്നു എന്ന് പറയും. നോമ്പ് നോക്കുക, നിസ്കരിക്കുക എന്നൊക്കെ ഉള്ളത് വളരെ ഇതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഈ ഭീമ കൊറേഗാവ് കേസിനെ കുറിച്ചിട്ടുള്ള ഷോസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഹാനി ബാബുവിൻ്റെ കേസിനെ കുറിച്ചൊക്കെയുള്ള ഷോസ് ചെയ്യുമ്പോൾ വരുന്ന ധാരാളം കമൻറ്റുകളിലൊന്ന് ഇയാൾ മലയാളിയാണോ എന്നുള്ളതാണ്. അപ്പോൾ ഹാനി ബാബുവിൻ്റെ ഒരു കേരളത്തിലുള്ള ഒരു പശ്ചാത്തലം എവിടെയായിരുന്നു, അതും കൂടെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. മലയാളിയായ ഹാനി ബാബു. മലയാളി ഒന്ന് പേര് ആയിരിക്കും, ഹാനി ബാബു എന്നുള്ളൊരു പേര് കേട്ട ഒരു മലയാളി ചോദിക്കുന്ന പേരല്ല, അതൊരു അറബി പേരാണ്. അപ്പൊ അതിന്റെ ആയിരിക്കും. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ, അത് 2000 എത്ര അല്ല 92 മുതൽ കേരളത്തിന്റെ പുറത്തായിരുന്നു. ഇപ്പൊ ഹൈദരാബാദിലായിരുന്നു കുറച്ചുകാലം, പിന്നെ ഡൽഹി. പിന്നെ ഞാൻ മലയാളത്തിൽ എഴുതാറോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ജെനി ആണെങ്കിൽ മലയാളത്തിൽ കേരളത്തിൽ തൃശ്ശൂരല്ലേ സ്വദേശം? ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് മറ്റേ പെരുമ്പടപ്പ്, മലപ്പുറം ജില്ലയിലുള്ള ആ ആ പെരുമ്പടപ്പിലാണ്. പൊന്നാനി ഭാഗം അല്ലേ? പെരുമ്പടപ്പ് പുന്നയൂർക്കുളം അവിടെയാണ് ഫാദറിന്റെയും മദറിന്റെയും ഒക്കെ നാട്. ഞങ്ങൾ പഠിച്ചതൊക്കെ കുന്നംകുളം തൃശ്ശൂരും ഒക്കെയാണ്. പിന്നെ വീടെടുത്തത് തൃശ്ശൂരാണ്. അപ്പോൾ ഇപ്പൊ താമസിക്കുന്നത് തൃശ്ശൂരാണ്. ആം, ഇപ്പൊ നാട്ടില് അതുകൊണ്ടാണ് ഒരു മലയാളി എന്നുള്ളൊരു ഇതിൽ. കാരണം ഞാൻ എന്റെ അക്കാഡമിക് ഇതിൽ മുഴുവൻ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. എന്റെ ലിംഗ്വിസ്റ്റിക്സിൽ എന്റെ റിസർച്ച് മലയാള ഭാഷയെക്കുറിച്ചും ഒക്കെ ആയിരുന്നുവെങ്കിലും പക്ഷെ എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ അങ്ങനെ ഒരു മലയാളി എന്നുള്ള ഒരു പൊതു ഇതിൽ ഞാൻ അറിയപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ. പിന്നെ പേരിന്റെ ഒരു അതെ, പേരും ഒരു മലയാളി ചുവയുള്ള പേരല്ല. മലയാളി ചുവടുള്ള പേരല്ല. ഓക്കെ, താങ്ക് യു ഹാനി, പ്രൊഫസർ ഹാനി ബാബു, ഇത്രയും സമയം നമ്മുടെ കൂടെ ചെലവഴിച്ചതിന്. പിന്നെ നമ്മുടെ പ്രേക്ഷകർ കഴിഞ്ഞ 5 വർഷമായിട്ട് ഹാനി ബാബുവിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ സ്ക്രീനിൽ വരുന്നത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.